മടിവാളയിലെ BMTC കമ്പനിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ആ സായം സന്ധ്യയുടെ വെയിലിൽ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഫുഡ് കോർട്ടിൽ കയറി. അവിടെ നിന്നും ഒരു ചിക്കൻ ക്രിപ്സി ബർഗറും മിൻറ്റ് ജ്യൂസും വാങ്ങി അത് കുടിച്ചുകൊണ്ട് വെറുതെ ഫോണെടുത്തു. അത് സൈലന്റ് മോഡിൽ നിന്നും മാറ്റി പിന്നെ നെറ്റ് ഓണാക്കി ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ഇൻബോക്സിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് കണ്ടത്. ഓപ്പൺ ചെയ്ത് നോക്കി. ഹായ്, ഫോൺ റീസെറ്റ് ആയപ്പോൾ നിന്റെ നമ്പർ പോയി, എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണം. വാട്സപ്പ് നമ്പറും പേഴ്സണൽ നമ്പറും അവൾക്ക് മെസ്സേജ് ചെയ്തു. കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉച്ചയ്ക്ക് പിടിപ്പത് ജോലി ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് വല്ലാതെ ക്ഷീണം തോന്നിയിരുന്നു. ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം വരുന്നത് പോലെ തോന്നിയിരുന്നു. ഇന്നലെയും മിനഞ്ഞാന്നും എല്ലാം ഓഡിറ്റ് ആയതുകൊണ്ട് വലിയ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങാൻ സാധിച്ചില്ല. നാളെ ലീവ് പറഞ്ഞിട്ടുണ്ട്. സുഖമായി ഒന്ന് ഉറങ്ങണം, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ നിന്ന് തന്നെ 3-4 വലിയ ബോട്ടിൽ മിനറൽ വാട്ടറും വാങ്ങിയിരുന്നു. ശേഷം അടുത്ത് കണ്ട ഓട്ടോറിക്ഷയിൽ നേരെ ഫ്ലാറ്റിലേക്ക്. 3 പേർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. 2 പേരിൽ ഒരാൾ കോളേജ് സ്റ്റുഡൻ്റാണ്. മറ്റൊരാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ലെക്ചറാണ്. ആൾ മാരീഡാണ്. 2 പേരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ ഉപയോഗിച്ച് ഫ്ലാറ്റ് തുറന്നു. ശേഷം ഫ്രിഡ്ജിനകത്ത് നിന്നും ഒരു ബോട്ടിൽ തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു. അപ്പോൾ തന്നെ ഒരു ഉണർവ് വന്നത് പോലെ തോന്നി. പിന്നെ ഞാൻ ബോട്ടിലുമായി നേരെ മുറിയിലേക്ക് ചെന്നു. ബാത്റൂമിലേക്ക് കയറി. ക്ലോറിൻ നിറഞ്ഞ വെള്ളമായത് കൊണ്ട് തന്നെ തലമുടി കഴുകുന്നത് 2-3 ദിവസം കൂടുമ്പോഴാണ്. അതിനാണ് മിനറൽ വാട്ടർ വാങ്ങിയത്. ഇന്ന് ക്ഷീണം അധികരിച്ച ദിവസമാണ്. മുടി കഴുകാതെ ഉറങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് നേരെ വന്ന് ക്ഷീണം മാറും മുൻപേ കുളിക്കാൻ വേണ്ടി കയറിയത്. കുളി കഴിഞ്ഞ് ഒരു ബനിയനും പലോസയും ധരിച്ച് പുറത്തിറങ്ങി. ഒരു ക്ഷീണം അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചു. അതുമായി ബാൽക്കണിയിലേക്ക് ചെന്നിരുന്നു. നഗരക്കാഴ്ചകൾ എന്നും കണ്ണിന് പുതുമയാണ്. ആദ്യമായി ഇവിടെ എത്തിയ നാൾ മുതൽ തന്നെ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ഈ സമയം തന്നെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. 1-2 റിങ്ങിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു. അല്ലെങ്കിലും വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുന്നത് അമ്മയല്ലാതെ മറ്റാരാണ്? ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ നിന്നെ കിട്ടിയില്ലല്ലോ. എടുത്തതേ പരാതി പറഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. സച്ചു വന്നില്ലേ? വന്നു. ഇപ്പോഴാ ട്യൂഷന് പോയത്. അതുവരെ എന്തൊക്കെയോ ഫോണിൽ ചെയ്യുകയായിരുന്നു. എന്തു ചോദിച്ചാലും ചെക്കനൊന്നും മിണ്ടില്ല. ഫോണിൽ നോക്കിയ വർത്തമാനം പറയുന്നത് പോലും. അമ്മ പരിഭവം തുടങ്ങി. അതൊക്കെ അങ്ങനെയാ അമ്മേ. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒക്കെ ഇത്രയും സൗകര്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. ഇപ്പോൾ അസൈൻമെൻറ്റും പ്രോജക്റ്റും എല്ലാം ഫോണിൽ കിട്ടുമല്ലോ. ഞാനൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. ആ കാലമായിരുന്നു നല്ലത്. ഇതിപ്പോൾ മനുഷ്യന്മാർ തമ്മിൽ പോലും ഇല്ല സംസാരം. അമ്മയ്ക്ക് ദേഷ്യം തോന്നി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി. നീ ഇനി എന്നാണ്? ഞാൻ കഴിഞ്ഞ മാസത്തിലല്ലേ അങ്ങോട്ട് വന്നത്. ഇനിയും സമയമുണ്ടല്ലോ. എറണാകുളത്തോ തിരുവനന്തപുരത്തോ ആയിരുന്നുവെങ്കിൽ എല്ലാ ആഴ്ചയിലും വരായിരുന്നു. ഇത് അവിടെ വന്നിട്ട് തിരികെ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണമ്മേ. അങ്ങോട്ടുള്ള യാത്ര. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ഷീണമാണ്. ഒരു നേരമൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. അതിന് മുൻപ് ഡ്യൂട്ടിക്ക് കയറണം. അതിലും നല്ലത് ഞാൻ ഒരുമിച്ച് കുറച്ച് അവധി കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരുന്നതല്ലേ. വീട്ടിൽ വന്നാലും അടങ്ങിയിരിക്കില്ലല്ലോ, എല്ലായിടത്തും കറക്കം. അത് പിന്നെ എത്ര കാലം കൂടി വീട്ടിലേക്ക് വരുന്നത്? സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട് മിസ് ചെയ്യുന്നതമ്മേ. നിനക്കല്ലേ നിർബന്ധം? നിർബന്ധം കൊണ്ടൊന്നും അല്ലല്ലോ. അവർ പറഞ്ഞ ശമ്പളം കേട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ വന്ന് 3 വർഷം ആകുമ്പോഴേക്കും എന്ത് മാറ്റമാണുള്ളത്. ഒരുപാട് മാറിയില്ലേ കാര്യങ്ങളൊക്കെ? ചെറുതെങ്കിലും വീടൊക്കെ കുറെ ശരിയാക്കിയില്ലേ? മതി കാര്യങ്ങൾ മാറിയത്. ഇനി വരുമ്പോൾ കല്യാണം നോക്കണം. ഈ വട്ടം എന്താണെങ്കിലും കല്യാണം കഴിക്കുന്നില്ല. 2 വർഷം കഴിയട്ടെ അമ്മേ. 2 വർഷമോ? ഇപ്പം തന്നെ ആയി നിനക്ക് 24 വയസ്സ്. 24 വയസ്സൊക്കെ ഒരു പ്രായമാണോ അമ്മ? ഒരു 28 വയസ്സെങ്കിലും ആവട്ടെ. അപ്പോൾ കല്യാണം കഴിക്കാനുള്ള പക്വതയൊക്കെ വരും. ആ സമയത്ത് കെട്ടാം. വരും. ആ പ്രായത്തിൽ നിന്നെ കെട്ടാൻ ആൾ. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പോവുക. അവളുമാരൊക്കെ വരുമ്പോൾ 7 ആകും. അതുവരെ ഞാൻ ഉറങ്ങട്ടെ. കല്യാണം നമുക്ക് പിന്നെ നടത്താം. എങ്കിൽ കിടന്നോ, ക്ഷീണമല്ലേ? ശരി അമ്മ. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ബെഡിലേക്ക് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഫോൺ വരുന്നത്. അതുകൂടി അറ്റൻഡ് ചെയ്തു. ഹലോ പറയും മുൻപ് അവിടെ നിന്നും ശബ്ദം കേട്ടു. ഡി, ഞാനാ, സംഗീത. നിന്റെ കയ്യിൽ നിന്നും നിന്റെ നമ്പർ പോയി.
നമ്മുടെ കൂടെ പഠിച്ചവരുടെ നമ്പറൊക്കെ നിന്റെ കയ്യിലുണ്ടോ? സ്കൂളിൽ ഒപ്പം പഠിച്ച കൂട്ടുകാരിയാണ്. എല്ലാവരുടെയും ഒന്നുമില്ല, കുറച്ചു പേരുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറേ പേരുടെ ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ആയി പോയി. നീ ആ ഗ്രൂപ്പിൽ അഡ്മിൻ ആണെങ്കിൽ എന്നെ ആഡാക്കിക്കേ. ഞാൻ അഡ്മിൻ ഒന്നുമല്ല. പലപ്പോഴും മെസ്സേജ് കണ്ട ആരെയെങ്കിലും ബർത്ത്ഡേക്ക് എന്തെങ്കിലും വിഷ് ചെയ്യുന്നതല്ലാതെ ഗ്രൂപ്പുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആര്യാണ് അതിൻ്റെ അഡ്മിൻ. അവൾക്ക് മെസ്സേജ് അയക്കാം നിന്നെ ആഡ് ചെയ്യാൻ. അത് മതി. അതൊക്കെ പോട്ടെ, നീ എവിടെയാ? ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി. എല്ലാവരും പല വഴിക്കായി അല്ലേടി. ഞാനിപ്പോൾ ചെറിയ ടീച്ചറാണ്. സംഗീത പറഞ്ഞു. അവളല്ലെങ്കിലും പണ്ടേ നോൺ സ്റ്റോപ്പാണ്. ചെറിയ ടീച്ചറോ? അതെ, ചെറിയ തോതിൽ ഒരു ടീച്ചർ. നമ്മുടെ പൈസ കൊടുത്താൽ ജോലി കിട്ടും. ഇപ്പോൾ അങ്ങനെയല്ലാതെ ഒരിടത്ത് 1 വർഷത്തേക്ക് കയറിയിരിക്കുകയാണ്. നന്നായി, അതൊക്കെ നടക്കും. നീ PSC എഴുതുന്നില്ലേ? എല്ലാം നോക്കുന്നുണ്ട്. ഞാൻ നിന്നെ വിളിച്ചതൊരു കാര്യം പറയാനുണ്ട്. അതാണ്, കല്യാണം ആയോടി? അതെ, എങ്ങനെ മനസ്സിലായി? സംഗീത അത്ഭുതമോറി. സാധാരണ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുന്നത് ഒന്നുകിൽ കല്യാണത്തിന്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പരിചയമുള്ളവരെ കുറിച്ച് ചോദിക്കാൻ. അതങ്ങനെ ആയിരിക്കും. ഒന്ന് പോടി. കല്യാണമാണ്, നിശ്ചയം അടുത്ത മാസം 20-ന്. എന്തൊക്കെയാണെങ്കിലും ലീവ് എടുത്ത് വരണം. പറ്റില്ല എന്ന് പറയരുത്. എനിക്ക് നീ കുറെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചത്. അവളൊന്ന് ചിരിച്ചു. വരാടി. വീട്ടിൽ വിളിക്കാൻ പോകുന്നുണ്ടോ? പിന്നെ അച്ഛൻ വീട്ടിൽ എല്ലാവരും പരിചയമുണ്ടല്ലോ. പക്ഷെ നിന്നെ ഒന്ന് വിളിച്ചിട്ട് ആകാമെന്ന് കരുതി. ആദ്യത്തെ നിന്നോട്. അത് ഞാൻ തന്നെ പറയണം എന്ന് എനിക്കൊരു നിർബന്ധം. അതുകൊണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞു. നിനക്കറിയാമല്ലോ, എനിക്ക് വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. നോക്കാം. നോക്കിയാൽ പോരാ, വരണം. എല്ലാവരും വരും. എല്ലാവരെയും വിളിക്കുന്നുണ്ട്. കുറേയൊക്കെ പേര് വരുമെന്ന് ഉറപ്പുണ്ട്. നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞിട്ട് എത്ര കാലമായി? ഒന്ന് കണ്ടിട്ട് എത്ര നാളായിടി? ശരിയാടി. എന്താണെങ്കിലും നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ ലീവ് എടുത്തിരിക്കും. സെപ്റ്റംബർ 8-ാം തീയതി കല്യാണം, 7-ാം തീയതി പാർട്ടി ഉണ്ട്. ഞാൻ എന്താണെങ്കിലും ഉണ്ടാവും. നിനക്ക് അറിയാവുന്ന ആളാണ്. ഞാൻ നിനക്ക് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ ഓടിത്തെറ്റാണ് കല്യാണം. ഓക്കെ, എത്തിയിരിക്കും. അതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അപ്പോഴേക്കും ഉറക്കമൊക്കെ എവിടെയൊക്കെ പോയിരുന്നു. ബാൽക്കണി വാതിൽ തുറന്ന് വീണ്ടും ബാൽക്കണിയിൽ ഇറങ്ങി. ഓർമ്മകൾ എവിടെ നിന്നൊക്കെയോ പാഞ്ഞു വരുന്നു. എന്നും ഓർക്കാൻ ഇഷ്ടമുള്ള കാലം, കുട്ടിക്കാലം. ചക്കരമിഠായിയുടെയും സിപ്പപ്പിൻ്റെയും രുചിയുള്ള കാലം. സ്കൂളിൽ പഠിച്ച സമയത്തെ ഓർമ്മകളാണ് മനസ്സിൽ എന്നും പതിഞ്ഞു പോകാറുള്ളത്. പിന്നീട് കോളേജിലെത്തി എത്ര നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ കോളേജിലെ കൂട്ടുകാരുമായി ഒന്നും ഇപ്പോഴും ഒരു സൗഹൃദവും പുലർത്തുന്നുമില്ല എന്നതാണ് സത്യം. സ്കൂളിൽ പഠിച്ചവരോട് അങ്ങനെയല്ല. അവരെയൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു പ്രത്യേകതയാണ്. പെട്ടെന്ന് ആ കാലത്തിലേക്ക് തിരികെ പോകാൻ കൊതിക്കും പോലെ. എല്ലാവരും പറയും കലാലയമാണ് മനോഹരമെന്ന്. പക്ഷേ എനിക്കെന്നും ഇഷ്ടമെൻ്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു. ഒരിക്കൽ കൂടി തിരികെ പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ സുന്ദരമായ കാലം. കുറച്ചു സമയം ആ ബാൽക്കണിയിൽ നിന്നപ്പോൾ ചെമ്മാനം ചുവക്കുന്നതും സായാഹ്ന സൂര്യൻ മാഞ്ഞു തുടങ്ങുന്നതും കണ്ടു. അതോടൊപ്പം ഒരു ചിത്രം കൂടി മനസ്സിലേക്ക് ഓർമ്മ വന്നു. 2 വശത്തേക്കും മുടി പിന്നി ചുവന്ന റിബണൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം. കുഞ്ഞ് ശ്വേത തോമസിന്റെ മുഖം. തുടരും.